കേരളത്തിൽ കഞ്ചാവിൻ്റെ വരവ് നിലയ്ക്കുന്നതേയില്ല. നിരന്തരമായിട്ട് നമ്മുടെ എക്സൈസ് സംഘം ഓടി നടക്കുകയാണ് കഞ്ചാവ് പിടികൂടാനായിട്ട്, അല്ലെങ്കിൽ കഞ്ചാവ് വേട്ടയ്ക്കായിട്ട്. ശ്രീനാഥ് ഭാസി ആകട്ടെ, ഷൈൻ ടോം ചാക്കോ ആവട്ടെ, വേടനാകട്ടെ, സമൂഹത്തിൽ പല തുറകളിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളെ പോലും ഈ കഞ്ചാവിൻ്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ എക്സൈസിനും നിയമത്തിനും കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴിതാ പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഏകദേശം 200ഓളം സൈക്കിൾ പമ്പുകളിലായിട്ട് 24 കിലോയോളം കഞ്ചാവ് പിടികൂടിയിരിക്കുകയാണ് നമ്മുടെ എക്സൈസ് സംഘം. തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ശാരിക, അതിനോടൊപ്പം തന്നെ വലിയൊരു ചോദ്യമില്ലേ, നിരന്തരമായിട്ട് ഈ കഞ്ചാവിൻ്റെ ഒരു ഒഴുക്ക് കേരളത്തിലേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ എക്സൈസ്, നമ്മുടെ നിയമ സംവിധാനങ്ങളുമൊക്കെ കഞ്ചാവ് നിരോധിക്കാനായിട്ടും അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ വേരറക്കാനായിട്ട് നടക്കുമ്പോഴും കേരളത്തിലേക്ക് വരുന്ന കഞ്ചാവിൻ്റെ ഒരു അളവിന് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജയ് പറഞ്ഞ 100% ശരിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ സുൽത്താനെ പോലുള്ള ആൾക്കാർ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇപ്പോൾ ഇതാ ഇവരെ പോലുള്ള മുസാഫർബാദ് പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് 4 പേര്. അവർ അതിൽ പറഞ്ഞൊരു ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴാണ് നമ്മുടെ എക്സൈസ് ഒന്ന് വല വീശിയത്. അപ്പോൾ അതിനകത്തൊന്നും കുരുങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 200 ഇതുവരെ കാണാത്ത തരത്തിലുള്ള വെറൈറ്റികളാണ് അവർ ചെയ്യുന്നത്. ഈ ബുദ്ധിയൊക്കെ വേറെ നല്ല കാര്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. പക്ഷേ അത്രയും പൈസ കിട്ടത്തില്ലായിരിക്കാം. മേ ബി എന്തായാലും ഇതെന്തോ അബദ്ധത്തിന് വിട്ടുപോയതാണ്, അല്ലെങ്കിൽ എക്സൈസ് ഇപ്പോഴാണ് കണ്ണും കാതും പല്ലും ഒക്കെ കൂർപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനു മുമ്പൊന്നും എക്സൈസ് ഉറക്കത്തിലായിരുന്നിരിക്കാം. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് സ്ഥിരമായിട്ട് എറണാകുളത്തേക്ക് ഞങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് സൈക്കിൾ പമ്പിലല്ല, വേറെ പല രീതിയിലും. പക്ഷേ എക്സൈസിന്റെ പരിശോധന കർക്കശമായതുകൊണ്ടും ഇപ്പോൾ അത് പിടിക്കപ്പെടുന്നത് കൊണ്ടുമാണ് ഇത് പക്ഷേ ഇവരെ പിടിച്ചത്. ഏതാണ്ട് 200 സൈക്കിൾ പമ്പുകളായിട്ടല്ലേ ഇവരെ സമ്മതിക്കണം. ഇത് എന്തായാലും പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്നാട്ടാണ് അത് അർത്ഥം കുറിച്ചത്. അതിനകത്തൊന്ന് എടുക്കുമായിരുന്നു, കാരണം പരിശോധിക്കണമല്ലോ. എന്തായാലും പിന്നെയും ചെറിയ ട്യൂബുകളൊക്കെ ആയിട്ട് ഇനിയിപ്പോ നമുക്കൊക്കെ സൈക്കിൾ പമ്പ് മേടിച്ചിട്ട് പോകാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും ജയുടെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ കഞ്ചാവ് വേട്ടയുണ്ട്, പക്ഷെ കഞ്ചാവിന്റെ വരവിനൊരു കുറവ് സംഭവിക്കുന്നില്ല? അതെന്താണ്? ശരിക്കും ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ റൺവേ സിനിമയിലെ കാണുന്ന കണക്ക് പല രീതിയിലുള്ള കടത്തലുകളാണ്. നമ്മൾ സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള കഞ്ചാവ് കൃഷിയാവട്ടെ അല്ലെങ്കിൽ ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ സംഘത്തിന്, നമ്മുടെ എക്സൈസ് സംഘത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡറുകളിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിടി വീഴാത്ത പോലെ. ആ സിനിമയിലെ കാണിച്ചേക്കുന്നത് ഐസിൻ്റെ ഇടയ്ക്ക് ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഈ കോഴികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ, അതായത് കോഴി ഫാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളിൽ അതിൻ്റെ അടികളിൽ പ്രത്യേക രഹസ്യ അറകളൊക്കെ ഉണ്ടാക്കി അതിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രത്യേകം എഞ്ചിൻ്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഷാസിയായിട്ടൊക്കെ തോന്നുന്ന പോലെയൊക്കെയുള്ള പ്രത്യേകം പാർട്ടുകൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി അതിനിടയ്ക്ക് കടത്തിക്കൊണ്ട് പോവുക, ഷൂസിനിടയ്ക്ക് കടത്തിക്കൊണ്ട് പോവുക. നമുക്കറിയാം വിമാനത്താവളങ്ങളിൽ പോലും പല രീതിയിലാണ് കടത്തൽ. ചില കടത്തലുകളൊക്കെ നമുക്ക് ഇവിടുന്ന് പറയുന്നതിൽ പോലും ചില മോശമായ കാര്യങ്ങളായതുകൊണ്ട് നമുക്കറിയാം മലദ്വാരത്തിൽ പോലും കടത്തുന്ന അവസ്ഥയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ കടത്തലുകളുടെ രീതി മാറിക്കൊണ്ടേയിരിക്കുകയാണ്, നിരന്തരമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരന്തരമായിട്ട് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വലിപ്പമോ ചെറുതോ, ചെറിയവനോ വലിപ്പമോ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്നവനോ അല്ലെങ്കിൽ താഴെ സാധാരണക്കാരോ ആളോ എന്നൊക്കെ കാണാതെ തന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നൊരു സന്ദേശം കൊടുക്കാനായിട്ട് ഈ സെലിബ്രിറ്റികൾ അറസ്റ്റ് ചെയ്യുമ്പോൾ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതിൽ നടന്മാരെന്നുള്ള വ്യത്യാസമില്ല, സാധാരണക്കാരെന്നുള്ള വ്യത്യാസമില്ല എന്നുള്ള സന്ദേശം കൊടുക്കാൻ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പിടിവീഴും ആരാണെങ്കിലും കഞ്ചാവും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ പിടിവീഴും എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ കഞ്ചാവിൻ്റെ വരവോ അല്ലെങ്കിൽ രാസലഹരികളുടെ വരവോ നമ്മുടെ നാട്ടിൽ കുറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ വ്യക്തമാക്കുന്നത്. അതിൽ ഒരുപക്ഷെ നമ്മുടെ എക്സൈസിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നവരുടെ പോലും ആത്മവീര്യം കെടുത്തുന്ന രീതിയിൽ ഇത് കുറയുന്നില്ലല്ലോ എന്ന് അവർ പോലും സങ്കടപ്പെടുന്ന രീതിയിലേക്കാണ് വാർത്തകൾ വരുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഉറപ്പായിട്ടും ഉന്നതന്മാരുടെ കൈകടത്തലില്ലാതെ ഇതൊന്നും അതായത് ഇതിൻ്റെ ഒന്നും വരവ് നിൽക്കാൻ പോകുന്നില്ല. കാരണം ഈ പണം ആൾക്കാരെ മത്തടിപ്പിക്കുന്ന ഒന്നാണല്ലോ ഈ നാർക്കോട്ടിക്സിന്റെ പേര്. അതായത് MDMA പോലുള്ള കേസുകളായാലും കഞ്ചാവായാലും ഇതിന്റെ പിന്നിലുള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ കോടികളാണ്, മില്യൺസ് ആണ്. സോ അതുകൊണ്ട് തന്നെ പണ്ട് നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ പറയുന്നത് നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ അതൊരു ഡേർട്ടി ബിസിനസ് എന്ന് അറിയാമെങ്കിലും അതിൻ്റെ കച്ചവടം നടത്തുന്ന കുറേയധികം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം, കൊച്ചി അതിൻ്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. കൊച്ചി, തിരുവനന്തപുരത്ത് എനിക്ക് അത്രയും അറിയില്ല, പക്ഷേ കൊച്ചി, കോഴിക്കോട്, കൊച്ചിയാണ് ഇപ്പോൾ സിനിമാ നഗരം എന്നറിയപ്പെടുന്നത്. ഒരു ചെറിയ ബാംഗ്ലൂരായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ബാംഗ്ലൂരിനെക്കാളും മേലെയാണ് ഇപ്പോൾ കൊച്ചി നിൽക്കുന്നതെന്നാണ് പലരുടെ അഭിപ്രായം. സോ ബാംഗ്ലൂരിൽ നിന്ന് ഹബ്ബായിരുന്ന കാലത്ത് നിന്ന് ഇപ്പോൾ കൊച്ചി ഒരു മയക്കുമരുന്നിൻ്റെ വിഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നു, ഫലഭൂഷണമായ പ്രദേശമായി മാറിയിരിക്കുന്നു. ഇത്രയൊക്കെ പിടിച്ചിട്ടും, അതായത് സിനിമാക്കാരെ ഇപ്പോൾ ഈ പറയുന്ന ഷൈൻ ടോമിനെ ആയാലും ശ്രീനാഥ് ഭാസിയെ ആയാലും വേടനെ പോലുള്ളവരെയൊക്കെ ആയാലും പിടിച്ചെങ്കിലും അതിൻ്റെ ഒരു ശിക്ഷ അത് ഒന്നുമില്ല. ജസ്റ്റ് വിടുന്നു, ഡി അഡിക്ഷൻ സെന്ററിൽ വിടുന്നു, അതൊരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് ആൾക്കാരും എഴുതുന്നുണ്ട്. ഓക്കെ, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യാൻ പറ്റും?
കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവർ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അവർ സ്വന്തം ഇപ്പോൾ അഫാനെ പോലുള്ള ആൾക്കാർ സ്വന്തം അവൻ മയക്കുമരുന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് അറിയില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ അതോടൊപ്പം മറ്റ് പല കാര്യങ്ങളും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഈ 3 പേരെ തൊട്ടടുത്ത അയൽവാസി വെട്ടിക്കൊല്ലുകയുണ്ടായി ഒരു മാസങ്ങൾക്ക് മുൻപ്. ഇതെല്ലാം കഞ്ചാവിൻ്റെ ലഹരിയിലാണ് നടന്നത്. നമ്മുടെ സമൂഹം ഇപ്പോൾ ബോധവൽക്കരണം ഉണ്ടാകാൻ കാരണം വീട്ടിലുള്ളവർ അച്ഛനെയും അമ്മയും ഒക്കെ വെട്ടിക്കൊല്ലുന്നു, പൈസ കൊടുക്കാത്തതിന് അമ്മയെ കുത്തിക്കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം വാളെടുത്ത് തന്തപ്പടിയെ വെട്ടിയ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ സ്വന്തം കൂടപ്പുറപ്പിനെയും അമ്മയും അച്ഛനെയും ഒക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്, പിന്നെ കൂടപ്പുറപ്പിനെ റേപ്പ് ചെയ്യാനും തുടങ്ങി. അതായത് സഹോദരിയൊക്കെ റേപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ എറണാകുളത്ത് വാർത്തകൾ റിപ്പോർട്ട്. ഇതെല്ലാം ഇവരെയൊക്കെ പരിശോധിക്കുമ്പോൾ, ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അറിയുന്നത് ഇവരെല്ലാം കഞ്ചാവ് അഡിക്റ്റാണ്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് MDMA പോലുള്ള രാസലഹരിക്ക് അടിമയാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ ഇത് തരുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ നല്ലതല്ല. കുൽസിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നന്മയല്ല സംഭവം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയിലേക്കാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഈ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, സ്കൂൾ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ വരെ ചിലപ്പോൾ ഈ MDMAയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുറേ MDMA പിടിച്ചു വെച്ചിട്ടെന്തെടുക്കാനാണ്? ഈ പറയപ്പെടുന്ന പോലെ അതിന് തക്കതായ ശിക്ഷ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആ ശിക്ഷ അത് ഏത് രീതിയിലും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ, അതായത് കേരളത്തിലേക്ക് കഞ്ചാവ് കൊണ്ടുവന്നാൽ തങ്ങളുടെ കാര്യം പോക്കാണ്, തങ്ങൾ എക്കാലവും പൂട്ടപ്പെടും ജയിലിനുള്ളിൽ നിന്ന് തോന്നിയാൽ ആ ഒരു അന്ധഭയം ഇറുക്കട്ടും എന്ന് പറയുന്ന പോലെ, അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ MDMAയുടെ വിൽപ്പനകളും അല്ലെങ്കിൽ ഈ കഞ്ചാവിൻ്റെ വിൽപ്പനകളൊക്കെ ഇവിടെ കുറയത്തുള്ളൂ. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം അറസ്റ്റിൻ്റെ എണ്ണം കൂടുന്നു, അതിൻ്റെ ഇരട്ടിയായിട്ട് കഞ്ചാവ് വിൽപ്പന ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ കടത്തൽ തകൃതിയായിട്ട് നടക്കുന്നു. വേടൻ്റെ നിന്ന് 1/2 ഗ്രാമാണ് പിടിച്ചതെങ്കിൽ, അല്ലെങ്കിൽ 5 ഗ്രാമാണ് പിടിക്കുന്നതെങ്കിൽ ഇവരുടെ ഇപ്പോൾ 25 കിലോയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പിടിക്കുമ്പോൾ ചിലപ്പോൾ 100 കിലോ ആയിരിക്കും കൊണ്ടുവരുന്നത്. സോ എന്താണ് ഇവിടെ നമുക്ക് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ശാരീരിക പറഞ്ഞ പോയിന്റ് തുടങ്ങുകയാണെങ്കിൽ, അതായത് ഇനി ബോധവൽക്കരണം കൊണ്ടോ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ കാര്യമില്ല. കാരണം ആ രീതിയിൽ കഞ്ചാവിന്റെ ഒഴുക്കും കഞ്ചാവ് സുലഭമായി കിട്ടുന്ന ഒരു അവസ്ഥയും കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇതിന് ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ഉപയോഗിച്ച ഈ രീതിയിൽ സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരിയും ഒക്കെ വെട്ടിക്കൊല്ലുകയും അല്ലെങ്കിൽ റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇത്തരം അവസ്ഥയിലേക്ക് കേരളം കടന്നു പോകുമ്പോൾ ഇനി ബോധവൽക്കരണം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒന്നുകിൽ കഞ്ചാവിന്റെ വേരറക്കണമെങ്കിൽ അതിന്റെ ഒഴുക്ക് തടയണം. അതിർത്തികളിൽ അതിന് ശുപാർശ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അവരറിയാണ്ട് ഇങ്ങോട്ട് വളരെ വളരെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷണങ്ങളും കാര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളൊരു സംസ്ഥാനമാണ്. അതിർത്തികളിൽ നിന്ന് പോകുന്ന ചരക്കുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് പക്ഷേ കൃത്യമായിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കുകയാണ്. ഇതൊരു വലിയൊരു മാഫിയാണ്. ഇത് ശരിക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന ഒരു വലിയ മാഫിയാണ്. നമുക്കതിന് തെളിവ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്നും കൊടുക്കാനില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് പല കേസുകളിലും പല കേസ് സ്റ്റഡികൾ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതിർത്തികളിൽ നിന്ന് ഇത് നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ അത് 2 കാരണങ്ങളുണ്ട്. അതിനെ ഈ പറഞ്ഞ പോലെ അവരുടെ പ്രതിഫലം വാങ്ങി അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു സൈഡിലും, അതേപോലെ തന്നെ വലിയ ക്രിമിനൽ ബുദ്ധിയോടുകൂടി ഇത്തരത്തിൽ സൈക്കിൾ പമ്പുകളിലും ഈ പറഞ്ഞ പോലെ ഐസ് കട്ടകളിലും ഷൂവിലും ഒക്കെ ഇതിനെ കടത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്ന കുബുദ്ധി മറ്റൊരു സൈഡിലുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഒഴുക്ക് തടയുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം ശാരിക പറഞ്ഞ പോലെ തന്നെ ഇരവാദം വലിയ രീതിയിൽ കൊഴുക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ സമയത്ത് പോലും ഇനിയും ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കണം, തെറ്റ് തിരുത്താനായിട്ടൊരു അവസരം കൊടുക്കണം എന്നാ പറയുക. അത് മറ്റൊരു കാര്യം, നിയമത്തിന് മുന്നിലേക്ക് അതൊക്കെ ശക്തമായൊരു വാദമായിട്ട് വരികയാണെങ്കിൽ ഇനിയും നിരവധി കുറ്റവാളികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാവും. അത് അവർ തന്നെ അവബോധന്മാരാവും. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു +1 വിദ്യാർത്ഥിയെ തലക്കടിച്ചു വന്ന മറ്റ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ, അവര് പോലും ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് 18 വയസ്സായിട്ടില്ലടാ, അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ പരിരക്ഷ നമുക്ക് കിട്ടും, നമ്മളൊന്നും തൂങ്ങില്ല. ആ രീതിയിലൊരു ചിന്തയിലേക്ക് ഇനി കഞ്ചാവ് അടിക്കുന്നവന് മാറുന്ന അവസ്ഥ ഉണ്ടാകും. ആ രീതിയിലേക്ക് നിയമങ്ങൾ മാറുകയാണെങ്കിൽ, ആ രീതിയിലേക്ക് ഇരവാദം കൊഴുക്കുകയാണെങ്കിൽ എല്ലാ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാർക്കും, എല്ലാ രാസലഹരി ഉപയോഗിച്ച് എന്ത് വൃത്തികെട്ട ക്രൈമുകളിലും ഏർപ്പെടുന്ന ആൾക്കാർക്കും തിരുത്താൻ വേണ്ടി ഇനിയൊരു അവസരം കൊടുക്കുക എന്നൊരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അവരും സ്വമേധയാ ബോധത്തിലേക്ക് എത്തും. ഞാൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, അതൊരു പരിരക്ഷയായി, എനിക്കിനി ഞാൻ ആസൂത്രണം ചെയ്യുന്ന ഒരു ക്രൈം പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, എനിക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. എന്തായാലും ഈ ഒരു കഞ്ചാവിന്റെ ഒഴുക്ക് കേരളത്തിലേക്ക് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വ്യക്തികൾ, ഏത് തലതൊട്ടപ്പന്മാരെ കൊമ്പന്മാരൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും കഞ്ചാവിന്റെ ഒഴുക്കിന് കേരളത്തിലൊരു തെല്ലും കുറവില്ല. ഇന്ന് സൈക്കിൾ പമ്പുകളാണെങ്കിൽ നാളെ അതിന് വേറെ സംവിധാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് സുലഭമായി ലഭിക്കുന്നിടത്തോളം കാലം, നിയമം എത്രത്തോളം ശക്തമായി കഴിഞ്ഞാൽ പോലും സുലഭമായി ലഭിക്കുന്നിടത്തോളം കാലം അത് ഉപയോഗിക്കാനായിട്ട് ഇന്നാട്ടിൽ ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ കഞ്ചാവിൻ്റെ ഒഴുക്ക് തടയുക അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ വേരറക്കണമെങ്കിൽ അതിർത്തികളിൽ ഇത് കൊണ്ടുവരുന്ന ആൾക്കാർ, മാഫിയ ആരാണ്, അതിൻ്റെ കണ്ണികൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലായി അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് മാത്രമേ സാധ്യമായിട്ടുള്ള കാര്യമുള്ളൂ. ഇന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളത് പശ്ചിമ ബംഗാൾ സ്വദേശികളാണെങ്കിൽ പലപ്പോഴും നിരവധി കേരളക്കാർ പിടിക്കപ്പെടുന്നുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിക്കപ്പെടുന്നുണ്ട്. എന്തിനേറെ ഇന്ന് പോലും
നമ്മുടെ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അതെ മദ്യമാണ്, രാസലഹരി അല്ല, മദ്യമാണ്. ഇത് ഒരുതരം ലഹരിയാണല്ലോ. തീർച്ചയായിട്ടും. സത്യത്തിൽ ഞാൻ ആ വീഡിയോ കൊണ്ട് ശരിക്കും ചെറിയ ഞാൻ ആദ്യം വിചാരിച്ചൊരു വഴിയാത്രക്കാരനായിരിക്കും, അവരെ നാട്ടുകാർ പിടിച്ച് നിർത്തിയിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ കാർ ഇടിച്ച് കയറ്റിയതിന്റെ പേരിൽ. പിന്നീട് ആ വാർത്തയിലേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായത് ജയിൽ വാർഡൻ എന്തോ ജയിൽ അധികാരിയാണ് പുള്ളി, ജയിലിലെ പോലീസ് ഓഫീസറാണ് അദ്ദേഹം. ആദ്യമേ എന്താണ് പേര്, നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് ചോദിക്കുമ്പോൾ നേരെ ഉടുപ്പം കൂരുക. ഇത് നിങ്ങൾ എന്തിനാ ബനിയനൂരുന്നെന്ന് ഏതോ നാട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. ഉടുപ്പൂരി അവന്റെ കയ്യിലോട്ടങ്ങ് എറിഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നത്. പുള്ളിക്ക് നേരെ നോക്കാൻ വയ്യ. അപ്പൊ ഇതാണ് നമ്മുടെ നിയമപാലകരുടെ കണ്ടീഷൻ. ഈ നിയമപാലകർ എത്ര പേര് ഈ പറയുന്ന മദ്യവും മദിരാശിയും കൂടാതെ കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. 50% ക്രിമിനൽസ് ആണെന്ന് ഈ പറയുന്ന പോലെ അതിൽ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരിൽ. എല്ലാ പോലീസുകാരും അങ്ങനെയൊന്നല്ല. പക്ഷേ എക്സൈസിന്റെ വേട്ടയേക്കാൾ കൂടുതൽ അവർ കൃത്യമായിട്ട് ഇപ്പോൾ വേട്ടയാടുന്നുണ്ട് ഈ കഞ്ചാവിന് വിൽപ്പനക്കാരെയൊക്കെ. പക്ഷേ ഇതിന്റെ ശിക്ഷ അല്ലെങ്കിൽ ഇതിന് നമ്മൾ എടുക്കുന്ന ഒരു നടപടി, ഇതിനെ ഒന്ന് തടയാൻ അല്ലെങ്കിൽ ഒരു തടയിടാൻ ഒരു മാർഗവും ഇന്നും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യഥാർത്ഥ സത്യം. അപ്പൊ അതിനൊരു തടയിടാനുള്ള ഒരു കാര്യം ഈ പറയുന്ന സർക്കാരും അതോടൊപ്പം ഈ മേധാവികളും എക്സൈസും പോലീസും എല്ലാവരും കൂടെ ചേർന്ന് എടുത്താൽ മാത്രമേ ഇതിലേക്കുള്ള ഒഴുക്ക് അവസാനിക്കുകയും അതിന്റെ കൺസപ്ഷൻ അവസാനിക്കുകയും ചെയ്യുള്ളൂ. അല്ലാതെ ഇങ്ങനെ കുറെ കഞ്ചാവ് കൊണ്ടുവരുന്ന സാധുക്കളെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, എന്ത് കിട്ടാനാണ്?